ഹായ് എല്ലാവർക്കും ന്യൂസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റിലെ കുറച്ച് മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പോസ്റ്റൽ കാർഡുകൾക്കെല്ലാം അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി വരുന്ന പോസ്റ്റൽ കാർഡുകളാണ്. ഏകദേശം 1000 മുതൽ 2000, 2500 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡുകളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ പോസ്റ്റൽ കാർഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ നേരത്തെ തന്നെ ആഡ് ചെയ്ത് വെച്ചതാണ്. ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആഡ് ചെയ്ത് വെച്ച പോസ്റ്റൽ കാർഡുകളാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡുകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1000, 2000, 2500 രൂപ വരെയൊക്കെ ഈ ഒരു പോസ്റ്റൽ കാർഡുകൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വിലയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൽ കാർഡിലെല്ലാം നല്ല മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡുകളാണ്. അതായത് ഏതൊരുവിധ എഴുത്തോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ഈ ഒരു പോസ്റ്റൽ കാർഡുകൾക്ക് വരുന്നത്. ഈ ഒരു ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഒരുപാട് പോസ്റ്റൽ കാർഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പോസ്റ്റൽ കാർഡ് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ തന്നെ മുന്നിലുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ യൂസ്ഡ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 6 ക്യാഷ് എന്നറിയപ്പെടുന്ന പോസ്റ്റൽ കാർഡാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 6 ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. 6 കാശ് പോസ്റ്റൽ കാർഡാണ്. ട്രാവൻകൂർ സർവീസ് അഞ്ചൽ കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് ദിസ് സൈഡ് റിസർവ്ഡ് ഫോർ അഡ്രസ് വിത്ത് സിഗ്നേച്ചർ ആൻഡ് ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഓഫ് സെൻറ്റർ. അതായത് നമ്മൾ അയക്കുന്ന ആർക്കാണോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും ആ ഒരു എഴുതാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ കളർ വരുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ ഈ ഒരു പോസ്റ്റൽ കാർഡിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 2000 മുതൽ 2500 രൂപ വരെ ഈ ഒരു പോസ്റ്റൽ കാർഡിന് ഈ ഒരു കണ്ടീഷനാണെങ്കിൽ മിൻറ്റ് കണ്ടീഷൻ കാർഡിനാണെങ്കിൽ നമുക്ക് 2500 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാം. ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ കുറഞ്ഞൊരു മാർക്കറ്റ് വാല്യൂക്ക് ലഭിക്കാം. ചിലപ്പോൾ 1500 രൂപ, 1000 രൂപ, അത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. എന്നാൽ ഇതുപോലുള്ളൊരു മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡിന് ഏകദേശം ആ ഒരു മാർക്കറ്റ് വാല്യൂ 2000, 2500 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവിതാംകൂറിൻ്റെ തന്നെ 6 കാശ് എന്നറിയപ്പെടുന്ന റെഡ് കളറിൽ വരുന്ന പോസ്റ്റൽ കാർഡാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് 6 കാശിൻ്റെ പോസ്റ്റൽ കാർഡാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 6 ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. 6 കാശിൻ്റെ പോസ്റ്റൽ കാർഡാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ല റെയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. സെൻറ്ററായിട്ട് തന്നെ നമ്മുടെ തിരുവിതാംകൂർ ആ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് ഏറ്റവും താഴെയായിട്ട് ട്രാവൻകൂർ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അഞ്ചൽ എന്നുള്ള മലയാള അക്ഷരം, അഞ്ചൽ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം, അതുപോലെ തന്നെ എഴുതുവാനുള്ള ആ ഒരു സ്ഥലം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാർഡ്, അതായത് അഞ്ചൽ എന്നുള്ളതിൻ്റെ ബാക്കി നമുക്ക് ഇവിടെയാണ്. കാർഡ് എന്നുള്ളത് മലയാള അക്ഷരം ഇംഗ്ലീഷ് അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് അഡ്രസ്സ്, അതായത് ഈ ഒരു ഭാഗത്ത് അഡ്രസ്സാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ മുൻവശം വരുന്നത്. അപ്പോൾ ഇത് റെഡ് കളറുള്ള പോസ്റ്റൽ കാർഡാണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് ഗ്രീൻ കളറാണ്. ഇതും റയർ കാറ്റഗറി വരുന്നതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇത് പണയം വെച്ച എന്തോ സാധനം നമ്മൾ തിരിച്ചെടുക്കാനുള്ള ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 കാർഡുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മേളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അടിഭാഗത്ത് വേറൊരു ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു പോസ്റ്റൽ കാർഡിന് ഈ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1000 രൂപ മുതൽ 1500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാം. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് 4 പൈസ എന്നറിയപ്പെടുന്നത്, അതായത് 4 പൈസ സർചാർജ് ചെയ്ത് ആ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ വാല്യൂ കൂട്ടിയിരിക്കുന്ന 4 പൈസ ആ ഒരു പോസ്റ്റൽ കാർഡാണ്. അപ്പോൾ അതിൻ്റെ മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഇവിടെ ഓവർ പ്രിൻ്റഡ് ആയിട്ട് 4 പൈസ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. 4 പൈസ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. 8 കാശിനെ തന്നെ നമ്മൾ സർചാർജ് ചെയ്ത് അത് വാല്യൂ കൂട്ടിയിരിക്കുന്നതാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ, അതായത് നമുക്കിവിടെ ഓവർ പ്രിൻ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ടായിരിക്കും. 4 പൈസ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. ഏകദേശം ഈ ഒരു പോസ്റ്റൽ കാർഡിന് ഇപ്പോൾ 700 രൂപ മുതൽ 1000, 1200 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും ഈ ഒരു പോസ്റ്റൽ കാർഡിന്. അതായത് ഇതേപോലുള്ളൊരു കണ്ടീഷൻ, നല്ലൊരു മിൻറ്റ് കണ്ടീഷനാണ്. അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡുകൾ. അപ്പോൾ ഇതിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ മുന്നേ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു +2 ക്യാഷ്, അതായത് 6 കാശിൻ്റെ കുറച്ചുകൂടെ വാല്യൂ കൂട്ടിയിരിക്കുന്ന +2 ക്യാഷ്, 2 കാശും കൂടെ കൂട്ടി ആ ഒരു വാല്യൂ കൂട്ടിയിരിക്കുന്ന പോസ്റ്റൽ കാർഡ്. അപ്പോൾ ഇതും മിൻറ്റ് കണ്ടീഷനാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പോസ്റ്റൽ കാർഡാണ്. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റൽ കാർഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പോസ്റ്റൽ കാർഡൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോസ്റ്റൽ കാർഡിന് മാർക്കറ്റിൽ ഏകദേശം ഒരു 700 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും 700 രൂപ മുതൽ 1000, 1500 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ എന്തായാലും ഇതുപോലുള്ള നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന 4 പൈ ഈ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ യൂസർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡാണ്. ഇതിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില വരുന്നുണ്ട്. ഏകദേശം 500 മുതൽ 700 രൂപ 1000 രൂപയ്ക്കകത്തൊക്കെ ഈ ഒരു പോസ്റ്റൽ കാർഡ് വില വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ മാർക്കറ്റ് വാല്യൂ അറിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും മിൻറ്റ് കണ്ടീഷനാണ്, നല്ലൊരു കണ്ടീഷൻ പോസ്റ്റൽ കാർഡുകളാണ്. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റൽ കാർഡുകളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ മേടിച്ചതിൽ എനിക്ക് കണ്ടീഷൻ കുറവുള്ള പോസ്റ്റൽ കാർഡ് ഒന്ന് ഇതാണ്, 6 കാശ് എന്നറിയപ്പെടുന്നത്. ഇത് നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ ഇതുവരെ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതായത് ഇതുപോലുള്ളൊരു കണ്ടീഷൻ പോസ്റ്റൽ കാർഡ് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായും മാർക്കറ്റിൽ കുറച്ച് വില കുറവായിരിക്കും, എന്നാലും കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെറിയൊരു വില കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം അതായത് ഈ 6 കാശ് എന്നറിയപ്പെടുന്ന ഈ ഒരു പോസ്റ്റൽ കാർഡിൻ്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 500 രൂപ മുതൽ ഈ ഒരു കണ്ടീഷന് 500 രൂപ മുതൽ ഒരു 700 രൂപ 800 രൂപയ്ക്കകത്തൊക്കെ ഈ ഒരു ഇതുപോലുള്ള ഒരു പോസ്റ്റൽ കാർഡിന് വരും. അപ്പോൾ ഇതൊരു നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4 പൈസ എന്നറിയപ്പെടുന്ന പോസ്റ്റൽ കാർഡാണ്. നമ്മുടെ ഒരു നേരത്തെ തന്നെ നമ്മൾ ചില വീഡിയോയിൽ നേരത്തെ വീഡിയോയിൽ തന്നെ നമ്മളൊരു യൂസർ കണ്ടീഷൻ പോസ്റ്റൽ കാർഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മിൻറ്റ് കണ്ടീഷൻ പോസ്റ്റൽ കാർഡാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന നല്ലൊരു റയർ കാറ്റഗറി വരുന്ന പോസ്റ്റൽ കാർഡാണ്. ഏകദേശം 700 രൂപയ്ക്ക് മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് 4 പൈസ എന്നറിയപ്പെടുന്ന ഇതുപോലുള്ള പോസ്റ്റൽ കാർഡിന്. അപ്പോൾ ഇത്രയും പോസ്റ്റൽ കാർഡുകളാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ലൊരു മിൻറ്റ് കണ്ടീഷനാണ്. അതിൽ ഒരേ ഒരു കാർഡ് മാത്രമാണ് കണ്ടീഷൻ കുറവുള്ളത്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയറായിട്ടുള്ള പോസ്റ്റൽ കാർഡുകളാണ്. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റൽ കാർഡുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പോസ്റ്റൽ കാർഡുകളൊന്നും നിങ്ങളുടെ കളക്ഷനിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കളക്ഷനിൽ ഇത് മിൻറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാർഡുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ യൂസർ കണ്ടീഷനാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മിൻറ്റ് കണ്ടീഷൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ വില കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് മിൻറ്റ് കണ്ടീഷൻ മേടിച്ച് നമ്മുടെ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. എന്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ 1-2 കാർഡ് മേടിക്കുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടല്ല മുന്നേ തന്നെ ആഡ് ചെയ്ത കുറച്ച് മിൻറ്റ് കണ്ടീഷൻ വന്ന പോസ്റ്റൽ കാർഡുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഇതുപോലുള്ള പോസ്റ്റ് കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.